أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا عملا متقبلا آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله الحمد لله الحمد لله رب العالمين അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇരുത്തത്തിനെ ഏറ്റവും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ബഖറ 142-ാമത്തെ ആയത്ത് മുതൽ 202-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ആദ്യത്തെ ഭാഗം എന്നുള്ളത് ഖിബില മാറ്റത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചു അത് അനുസരിക്കാനുള്ള ബാധ്യത നമ്മുടെ മുകളിൽ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളുടെ സത്യസന്ധതയെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ആ സമയത്ത് അള്ളാഹുവിൽ പരിപൂർണമായിട്ടും തവക്കുലാക്കി അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ള ആഹ്വാനമാണ് ഈ ഖിബില മാറ്റത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. പരിപൂർണമായ അനുസരണമാണ് ഈമാന്റെ മുഖ്യ ഭാഗം. അനുസരിക്കുക എന്നുള്ളതാണ് ഈമാന് പൂർണ്ണമാകുന്നതിന്റെ ഭാഗമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിത ശൈലിയുണ്ടെന്ന് നമ്മൾ വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന ഭാഗം കൂടിയാണ് ഖിബില മാറ്റത്തിലൂടെ ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. രണ്ടാമത്തെ ഭാഗം മധ്യസ്ഥ സമൂഹമാണ് നമ്മൾ, അതായത് മധ്യമത്തിൽ നിൽക്കുന്നവരാണ്. ഉമ്മത്തൻ വസത്തനാണ്, അതായത് നമ്മള് നീതിയുള്ള സമുദായമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്ക് എല്ലാവർക്കുമുള്ള സാക്ഷിയായിട്ട് നാളെ വരുന്നതാണ് പരലോകത്ത്. അതുപോലെ തന്നെ അതിര് കവിയലും അലംഭാവവും എന്താണ് ഇസ്ലാമില് ഇല്ല. നമ്മൾ എപ്പോഴും അലേർട്ടായിട്ട് ജീവിക്കേണ്ടവരാണ്. ഒരിക്കലും അലസതയോട് കൂടിയിട്ടോ അതിര് കവിഞ്ഞ രീതിയിലോ നമ്മൾ മുസ്ലിങ്ങള് ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗം നന്മയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്, എന്താണ് നന്മ, എന്താണ് സത്യം എന്നുള്ളത്, അത് എന്താണ് ഈമാനും ദാനധർമ്മങ്ങളും നമസ്കാരവും സക്കാത്തും അതുപോലെ തന്നെ ക്ഷമയും കൂടിയുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നന്മ എന്ന് പറയുന്നത്. ആ നന്മ എന്താണ് നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമായിരിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ ഒരു ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സംരക്ഷണം നടത്തണം എന്നുള്ളത്. അതായത് നമ്മൾ എന്താണ് ജീവിത സംരക്ഷണം എങ്ങനെയാണ് നടത്തുന്നത്, അത് അനീതിയെ തടഞ്ഞുകൊണ്ടാണ്. അനീതി ഒരിക്കലും ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടില്ല ആർക്കും. അത് എല്ലാവർക്കും ഒരുപോലെയുള്ള നീതിയാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെയും മാപ്പ് കൊടുക്കലോടുകൂടിയും നമ്മൾ എല്ലാവർക്കും എന്താണ് തുല്യമായ നീതി ഉറപ്പുവരുത്തണം എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തത് കുടുംബ ബന്ധത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി വെച്ചതാണ്. അത് വസിയത്തായിട്ട് വേണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. കുടുംബ ബന്ധത്തിനുള്ള സമ്പത്ത്, നമ്മൾ ഇട്ടേച്ചു പോകുന്ന സമ്പത്ത് അത് കുടുംബത്തിലേക്ക് മടങ്ങേണ്ടതാണ് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. കാരണം മരണം വരുന്ന സമയത്ത് ഒരിക്കലും അനീതിയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ സമ്പത്തിനെ ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കുടുംബത്തിലേക്ക് വേണ്ടുന്ന സമ്പത്ത് അത് കുടുംബത്തിലേക്ക് വേണ്ടി തന്നെ വെച്ചിട്ട് വേണം നമ്മൾ 1/3 ഭാഗം മാത്രമേ നമുക്ക് ദാനധർമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വസിയത്ത്, അതായത് കുടുംബ ബന്ധത്തിലേക്ക് വേണ്ടിയിട്ട് ചേർക്കുന്ന ആ വസിയത്ത് അത് മാറ്റിമറിച്ചു കഴിഞ്ഞാല്, അതായത് മരിക്കാൻ പോകുന്ന ഒരാള് അയാൾ വസിയത്ത് ചെയ്യുമ്പോൾ അത് കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് മാറ്റിമറിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പാപത്തിൽപ്പെടുന്ന കാര്യമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വസിയത്ത് പറയുന്ന ആളുടെ വസിയത്ത് കുടുംബത്തിലെ ബാക്കിയുള്ളവര് അത് അവകാശങ്ങൾ അത് സംരക്ഷിച്ചു കൊടുക്കേണ്ടതാണ്. ആറാമത്തത് നോമ്പിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്, ആത്മനിയന്ത്രണം ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് നോമ്പ് എന്നുള്ളതാണ്. നോമ്പ് എന്താണ് നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ്. അതുപോലെ തന്നെ രോഗിക്കും യാത്രക്കാരനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകിയിട്ടുണ്ട്. നോമ്പിനൊപ്പമുള്ള ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എല്ലാ അദബും പാലിച്ചുകൊണ്ടായിരിക്കണം നോമ്പ് നമ്മൾ നോൽക്കുന്നത്. ഏഴാമത്തെ കാര്യം ഹലാലിനെ കുറിച്ചിട്ടും ഹറാമിന്റെയും പരിധികളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പഠിപ്പിക്കുന്നത്. അനീതിയായിട്ട് സമ്പത്ത് കൈക്കലാക്കുന്നത് എന്താണ്, ഹറാമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. കോടതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മൾ ആരുടെ അടുത്താണ്, ജഡ്ജിയുടെ അടുത്ത് പോയിട്ട് പറയുമ്പം ഒരിക്കലും നമ്മൾ എന്താക്കരുത്, അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ കളിക്കേണ്ടത്. നമ്മൾ കളവ് പറഞ്ഞിട്ട് വഞ്ചന നടത്തിയിട്ട് നമ്മൾ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ പരിഗണിക്കണം. എട്ടാമത്തെ കാര്യം ഹജ്ജും ഉംറയും, അത് നമുക്ക് അള്ളാഹുലേക്കുള്ള യാത്ര
അതെന്താണ്? പൂർണ്ണമായിട്ടും അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുന്നതിനുള്ള യാത്രയാണ് ഹജ്ജും ഉംറയും എന്നാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് ശുദ്ധിയും അനുസരണവും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വഴക്കുകളും അതുപോലെ തന്നെ പാപങ്ങളും ഈ ഹജ്ജിലും ഉംറയിലും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്നായിരിക്കണം നമ്മൾ ദുആ ചെയ്യേണ്ടത്. അതായത് ദുനിയാവിനും ആഖിറത്തിനും വേണ്ടിയിട്ട് ഒരുമിച്ച് നമ്മൾ ദുആ ചെയ്യണം. ഒരിക്കലും ദുനിയാവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് ദുആ ചെയ്യരുത്. ആ ദുആ എന്താവും? അത് ദുനിയാവ് മാത്രമായിട്ട് മാറും. ഒരിക്കലും പരലോകത്ത് അവനിക്ക് ഉത്തരം കിട്ടുകയില്ല. അതുപോലെ തന്നെ രണ്ടും ഒരുപോലെ തന്നെ നമ്മൾ ചോദിക്കണം. ദുനിയാവിലെ ആവശ്യങ്ങൾ ചോദിക്കാം, അതിലൊരു തെറ്റുമില്ല. പക്ഷെ അതിന്റെ കൂടെ തന്നെ ആഖിറവും നമ്മൾ ഒരുമിച്ച് വേണം ചോദിക്കാൻ എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദീൻ എന്താണ്? അനുസരണ പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ ദീന്. അതുപോലെ തന്നെ ഈമാന് നമുക്ക് കർമ്മങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈമാൻ ഉള്ളവരാണോ അല്ലേ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയാണ് ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയല്ല നമ്മളെ നോമ്പിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇബാദത്ത് എന്താണ്? ജീവിതത്തിൽ നീതിയോടെയും അതുപോലെ തന്നെ എന്താണ്? ആത്മശുദ്ധി ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗമാണ് എന്നുള്ളതാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മള് 142ാമത്തെ ആയത്തിലേക്കാണ് പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 142ാമത്തെ ആയത്ത് മുതൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞു പോയ സമുദായത്തിന് അവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിനുള്ള പ്രതിഫലം നമുക്കും ലഭിക്കും. അവർ പ്രവർത്തിച്ചതിനെ പറ്റി നമ്മളോട് ചോദിക്കുകയില്ല. നമ്മൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഇനി വരാൻ പോകുന്ന തലമുറയോടും ചോദിക്കുകയില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങളുമായിട്ടാണ് നമ്മൾ മടങ്ങേണ്ടത് എന്നാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇവർ ഇതുവരെ പ്രാർത്ഥനാ വേളകളിൽ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്ത് നിന്ന് ഇവരെ തിരിച്ചുവിട്ട കാരണം എന്താണെന്ന് മൂഢന്മാരായ ആളുകൾ ചോദിച്ചേക്കാം. നബിയെ പറയുക, അള്ളാഹുവിൻ്റേത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും വേണ്ടി. റസൂലിനെ പിൻപറ്റുന്നത് ആരൊക്കെയെന്നും പിന്മാറിക്കളയുന്നത് ആരൊക്കെയെന്നും തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാകുന്നു നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം കിബിലയായി നിശ്ചയിച്ചത്. അള്ളാഹു നേർവഴിയിലാക്കിയവരെ കുറിച്ച് മറ്റെല്ലാവർക്കും അത് കിബിലമാറ്റം ഒരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കി കളയുന്നതല്ല. തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് അത്യധികം ദയുള്ളവനും കരുണാനിധിയുമാകുന്നു. നബിയെ, നിന്റെ മുഖം ആകാശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നിനക്ക് ഇഷ്ടമാകുന്ന ഒരു കിബിലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത്. വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. വേദം നൽകപ്പെട്ടവരുടെ അടുക്കൽ നീ എല്ലാവിധ ദൃഷ്ടാന്തം കൊണ്ട് ചെന്നാലും അവർ നിന്റെ കിബ്ലയെ പിന്തുടരുന്നതല്ല, അവരുടെ കിബ്ലയെ നീയും പിന്തുടരുന്നതല്ല. അവരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്റെ കിബ്ലയെ പിന്തുടരുകയുമില്ല. നിനക്ക് ശരിയായ അറിവ് വന്നു കിട്ടിയതിനു ശേഷം നീ എങ്ങാനും അവരുടെ ഇച്ഛകളെ പിൻപറ്റിയാൽ നീയും അതിക്രമകാരികളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നാം വേദം നൽകിയിട്ടുള്ളവർക്ക് സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ അദ്ദേഹത്തെ റസൂലിനെ അറിയാവുന്നതാണ്. തീർച്ചയായും അവരിൽ ഒരു വിഭാഗം മറിഞ്ഞുകൊണ്ട് തന്നെ സത്യം മറച്ചു വെക്കുകയാകുന്നു. നബിയെ, ഈ സന്ദേശം നിന്റെ നാഥന്റെ പക്കൽ നിന്നുള്ള സത്യമാകുന്നു. അതിനാൽ നീ സംശയാലുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഓരോ വിഭാഗക്കാർക്കും അവർ പ്രാർത്ഥനാ വേളകളിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് വരികയാണ്. നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അള്ളാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഏതൊരിടത്ത് നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് പ്രാർത്ഥനാ വേളകളിൽ നിന്റെ മുഖം തിരിക്കേണ്ടതാണ്. തീർച്ചയായും അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള യഥാർത്ഥ നിർദ്ദേശമാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല.
ഏതൊരിടത്തിൽ നിന്ന് നീ പുറപ്പെടുകയാണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നിന്റെ മുഖം തിരിക്കേണ്ടതാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങളുടെ മുഖം തിരിക്കേണ്ടത്. നിങ്ങൾക്കെതിരായ ജനങ്ങൾക്ക് ഇനി യാതൊരു ന്യായവും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണിത്. അവരിൽപ്പെട്ട ചില അതിക്രമകാരികൾ തർക്കിച്ചേക്കാമെന്നുള്ളതല്ലാതെ. എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. എന്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണിതെല്ലാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിച്ചു തരികയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് വേദവും വിജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം നിയോഗിച്ചത് വഴി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം ഇതുപോലെയാകുന്നു ഇതും. ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത്. അൽഹംദുലില്ലാ. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നമസ്കാരത്തിന് നിൽക്കുന്നത് കിബിലക്ക് നേരെ ആയിരിക്കണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രയിലാണെങ്കിലും നമ്മുടെ തുടങ്ങുമ്പോൾ യാത്രയിൽ നമസ്കാരത്തിന് നമ്മൾ യാത്രയിൽ നമസ്കരിക്കുന്ന സമയത്ത് ചിലപ്പം വഴികളിലോ വാഹനങ്ങളിലോ ഒക്കെ ആണെങ്കിലും നമ്മുടെ കിബില സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളെ നമസ്കാരം തുടങ്ങുന്നത് എപ്പോഴും എന്തായിരിക്കണം, നമ്മള് കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കിബില മാറിപ്പോയാലും നിൽക്കുന്നതിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയാലും, അതായത് യാത്രാവാഹനം ചിലപ്പം വഴി മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ കിബില തെറ്റിപ്പോയാൽ പോലും തുടങ്ങുമ്പം എപ്പോഴും കിബിലക്ക് നേരെ തന്നെ ആയിരിക്കണം നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതൊരു മസാലയാണ്, നമ്മളത് പഠിക്കേണ്ടതാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു അള്ളാഹു. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയേണ്ട, എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ. പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരാകുന്നില്ല. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ആ ക്ഷമാശീലിൽ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനതയിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്നായിരിക്കും. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത്. അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. തീർച്ചയായും സഫയും മർവയും മതചിഹ്നങ്ങളായി അള്ളാഹു നിശ്ചയിച്ചതിൽപ്പെട്ടതാകുന്നു. കാബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്ന ഏതൊരാളും അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല. ആരെങ്കിലും സൽക്കർമ്മം സ്വയം സന്നദ്ധനായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കൃതജ്ഞനും സർവജ്ഞനുമാകുന്നു. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നവരാണ്. എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുന്നു. അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം നാം സ്വീകരിക്കുന്നതാണ്. ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ. സത്യം നിഷേധിക്കുകയും സത്യനിഷേധികളായി തന്നെ മരിക്കുകയും ചെയ്തവരാരോ അവരുടെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒന്നടങ്കം ശാപമുണ്ടായിരിക്കുന്നതാണ്. അതവർ അശാശ്വതമായി അനുഭവിക്കുന്നതാണ്. അവർക്ക് ശിക്ഷ ഇളവ് ചെയ്യപ്പെടുകയില്ല, അവർക്ക് ഇട കൊടുക്കപ്പെടുകയുമില്ല. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു, അവനല്ലാതെ യാതൊരു ദൈവമില്ല. അവൻ പരമകാരുണികനും കരുണാനിധിയും അത്രേ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളും ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്ക് അത് മുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാത്തരം ജന്തുവർഗ്ഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതി നിയന്ത്രണത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. തീർച്ച അള്ളാഹുവിന് പുറമെയുള്ളവരെ അവൻ സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അത് അവർക്ക് എത്ര ഗുണകരമാകുമായിരുന്നു. പിന്തുടരപ്പെട്ടവർ നേതാക്കൾ പിന്തുടരുന്നവരെ അനുയായികളെ വിട്ട് ഒഴിഞ്ഞു മാറുകയും ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുവിഭാഗവും തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോവുകയും ചെയ്യുന്ന സന്ദർഭം അത്രേ അത്. പിന്തുടരുന്നവർ അനുയായികൾ അന്ന് പറയും, ഞങ്ങൾക്ക് ഇഹലോകത്ത് ഒരു തിരിച്ചുപോക്കിന് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയതുപോലെ ഞങ്ങൾ ഇവരെയും വിട്ടുമാറുമായിരുന്നു. അപ്രകാരം അവരുടെ കർമ്മങ്ങളെല്ലാം അവർക്ക് ഖേദത്തിന് കാരണമായി ഭവിച്ചത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. നരകാഗ്നിയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനാവുകയില്ല. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്നും അനുവദിക്കുകയും വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. അവൻ തന്നെയാകുന്നു പ്രത്യക്ഷ ശത്രു.
അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാകുന്നു. ദുഷ്കൃത്യങ്ങളും നീചവൃത്തികളും ഏർപ്പെടുവാനും അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് പറഞ്ഞുണ്ടാക്കുവാനുമാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുകയെന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ല, ഞങ്ങൾ പിതാക്കൾ സ്വീകരിച്ചതായി കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത്. അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരുമായിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണ്. സത്യനിഷേധികളെ ഉപമിക്കാവുന്നത് വിളിയും തെളിയുമില്ലാതെ മറ്റൊന്നും കേൾക്കാത്ത ജന്തുക്കിനോട് ഒച്ചയിടുന്നവനോടാകുന്നു. അവർ ബധിരരും ഊമകളും അന്ധരുമാകുന്നു. അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ച് ഗ്രഹിക്കുകയില്ല. സത്യവിശ്വാസികളെ, നിങ്ങൾ നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുക. അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക. അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതരായാൽ അവന്റെ മേൽ കുറ്റമില്ല. എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്നു തിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ പാപങ്ങളിൽ നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും. സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരാകുന്നു അവർ. നരകശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്ക് എന്തൊരു ക്ഷമയാണ്. സത്യം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതിനാലാണത്. വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ മിന്നിച്ചവർ സത്യത്തിൽ നിന്നകന്ന മാത്സര്യത്തിലാകുന്നു തീർച്ച. നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം. എന്നാൽ അള്ളാഹുലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും സത്യത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും ഔഷധികൾക്കും വഴിപോക്കർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിന് നൽകുകയും പ്രാർത്ഥന നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും കരാറിൽ ഏർപ്പെട്ടാൽ അത് നിറവേറ്റുകയും വിഷമതകളും ദുരിതങ്ങളും നേരിടുമ്പോൾ യുദ്ധരംഗത്തും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവരാരോ അവരാകുന്ന പുണ്യവാന്മാർ. അവരാകുന്ന സത്യം പാലിച്ചവർ. അവർ തന്നെയാകുന്നു ദോഷബാധയെ സൂക്ഷിച്ചവർ. സത്യവിശ്വാസികളെ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും അടിമയ്ക്ക് പകരം അടിമയും സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ്. ഇനി അവന് കൊലയാളിക്ക് തന്റെ സഹോദരന്റെ പക്കൽ നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തുവിട്ടുകയും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത്. ഇനി ആരെങ്കിലും അതിനുശേഷം ആരെങ്കിലും അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. ബുദ്ധിമാന്മാരെ, അങ്ങനെ തുല്യശിക്ഷ നൽകുന്നതിലാണ് നിങ്ങൾക്ക് ജീവിതത്തിന്റെ നിലനിൽപ്പ്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയത്രേ ഈ നിയമനിർദ്ദേശങ്ങൾ. നിങ്ങളിൽ ആർക്കെങ്കിലും മരണമാസന്നമാവുമ്പോൾ അയാൾ ധനം വിട്ടുപോകുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി ന്യായപ്രകാരം വസിയത്ത് ചെയ്യുവാൻ നിങ്ങൾ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു കടമയത്രേ അത്. അത് വസിയത്ത് കേട്ടതിന് ശേഷം ആരെങ്കിലും അത് മാറ്റിമറിക്കുകയാണെങ്കിൽ അതിന്റെ കുറ്റം മാറ്റിമറിക്കുന്നവർക്ക് മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇനി വസിയത്ത് ചെയ്യുന്ന ആളുടെ ഭാഗത്ത് നിന്ന് തന്നെ അനീതിയോ കുറ്റമോ സംഭവിച്ചതായ ആർക്കെങ്കിലും ആശങ്ക തോന്നുകയാണെങ്കിൽ അവർക്കിടയിൽ ബന്ധപ്പെട്ട കക്ഷികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അത്രയത്. എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിൽ മാത്രം നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. ഞെരുങ്ങിക്കൊണ്ട് മാത്രം അതിന് സാധിക്കുന്നവർ പകരം ഒരു പാവപ്പെട്ടവനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. എന്നാൽ ആരെങ്കിലും സ്വയം സന്നദ്ധനായി കൂടുതൽ നന്മ ചെയ്താൽ അതവന് ഗുണകരമാകുന്നു. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതാകുന്നു നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ വ്യക്ത തെളിവുകളുമായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആർ ആ മാസത്തിൽ സന്നിഹിതരാകുന്നുവോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രേ ഇത് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടത്. നിന്നോട് എന്റെ ദാസന്മാർ എന്നെപ്പറ്റി
ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണത്. നോമ്പിന്റെ രാത്രിയിൽ നിങ്ങളുടെ ഭാര്യമാരുമുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാകുന്നു. ഭാര്യ സമ്പർക്കം നിഷിദ്ധമായി കരുതിക്കൊണ്ട് നിങ്ങൾ ആത്മവഞ്ചനയിൽ അകപ്പെടുകയാണെന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും പൊറുക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇനിമേൽ നിങ്ങൾ അവരുമായി സഹവസിക്കുകയും വൈവാഹിക ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തേടുകയും ചെയ്തുകൊള്ളുക. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുന്നവരെ എന്നിട്ട് രാത്രിയാകും വരെ നിങ്ങൾ വ്രതം പൂർണ്ണമായി അനുഷ്ഠിക്കുകയും ചെയ്യുക. എന്നാൽ നിങ്ങൾ പള്ളികളിൽ ഇസ്തികാഫ് ഭജനം ഇരിക്കുമ്പോൾ അവർ ഭാര്യമാരുമായി സഹവസിക്കരുത്. അള്ളാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു അവയൊക്കെ. നിങ്ങൾ അവയെ അതിലംഘിക്കാൻ ഇടയരുത്. ജനങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുവാനായി അള്ളാഹു അപ്രകാരം അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. അന്യായമായി നിങ്ങൾ അന്യോന്യം സ്വത്തുക്കൾ തിന്നരുത്. അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളുടെ സ്വത്തുക്കളിൽ നിന്ന് വല്ലതും അധാർമികമായി നേടിയെടുത്തു തിന്നുവാൻ വേണ്ടി നിങ്ങളതുമായി വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്. നബിയെ, നിന്നോടവർ ചന്ദ്രക്കലകളെ പറ്റി ചോദിക്കുന്നു. പറയുക, മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. നിങ്ങൾ വീടുകളിലേക്ക് പിൻവശങ്ങളിലൂടെ ചെല്ലുന്നതിലല്ല പുണ്യം കുടികൊള്ളുന്നത്. പ്രത്യുത ദോഷബാധയെ കാത്തു സൂക്ഷിച്ചവനത്രേ പുണ്യവാൻ. നിങ്ങൾ വീടുകളിൽ അവയുടെ വാതിലുകളിലൂടെ പ്രവേശിക്കുക. മോക്ഷം കൈവരിക്കുവാൻ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിധി വിട്ട് പ്രവർത്തിക്കരുത്. പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക. കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് അവിടെ യുദ്ധം ചെയ്യുന്നത് വരെ. ഇനി അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. ഇനി അവർ പശ്ചാത്തപിച്ച് എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലോ തീർച്ചയായും ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാകുന്നു അള്ളാഹു. മർദ്ദനം ഇല്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക. വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ 6 അതിക്രമം കാണിച്ചാലും അവൻ നിങ്ങളുടെ നേർക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവന്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ചെലവ് ചെയ്യുക. പിശുക്കും ഉദാസീനതയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത്. നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക. നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക. ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് തടസ്സം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ബലിയർപ്പിക്കേണ്ടതാണ്. ബലിമൃഗം എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങൾ തലമുണ്ടനം ചെയ്യാവുന്നതല്ല. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ തലയിൽ വല്ല ശല്യവും അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ മുടി നീക്കുന്നതിന് പ്രായശ്ചിത്തമായി നോമ്പോ ദാനധർമ്മമോ ബലികർമ്മമോ നിർവഹിച്ചാൽ മതിയാവും. ഇനി നിങ്ങൾ നിർഭയാവസ്ഥയിലാണെങ്കിലോ അപ്പോൾ ഒരാൾ ഉംറ നിർവഹിച്ചിട്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ഹജ്ജിനിടയിൽ ബലി കഴിക്കേണ്ടതാണ്. ഇനി ആർക്കെങ്കിലും അത് കിട്ടാത്ത പക്ഷം ഹജ്ജിനിടയിൽ 3 ദിവസവും നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 7 ദിവസം ചേർത്ത് ആകെ 10 ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. കുടുംബസമേതം മസ്ജിദുൽ ഹറാമിൽ താമസിക്കുന്നവർക്കല്ലാത്തവർക്കാകുന്നു ഈ വിധി. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഹജ്ജ് കാലം അറിയപ്പെട്ട മാസങ്ങളാകുന്നു. ആ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് കർമ്മത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് സ്ത്രീ പുരുഷ സംസർഗമോ ദുർവൃത്തിയോ പഴക്കോ ഹജ്ജിനിടയിൽ പാടുള്ളതല്ല. നിങ്ങൾ ഏതൊരു സൽപ്രവൃത്തി ചെയ്യുന്നതായാലും അള്ളാഹു അതറിയുന്നതാണ്. ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ യാത്രക്ക് വേണ്ട വിഭവങ്ങൾ മാറ്റി ഒരുക്കി വെക്കുക. എന്നാൽ യാത്രക്ക് വേണ്ട വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായ സൂക്ഷ്മതയാകുന്നു. ബുദ്ധിശാലികളെ, നിങ്ങൾ എന്നെ സൂക്ഷിച്ച് ജീവിക്കുക. ഹജ്ജിനിടയിൽ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഭൗതികാനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുന്നതിൽ കുറ്റമൊന്നുമില്ല. അറഫാത്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ മശ്അറുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുവിൻ. അവൻ നിങ്ങൾക്ക് വഴി കാണിച്ച പ്രകാരം നിങ്ങൾ അവനെ ഓർക്കുവിൻ. ഇതിനു മുമ്പ് നിങ്ങൾ വഴി പിഴച്ചവരിൽ പെട്ടവരായിരുന്നാലും.
എന്നിട്ട് ആളുകൾ സാധാരണ തീർത്ഥാടകരിൽ എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ നിന്ന് തന്നെ നിങ്ങളും പുറപ്പെടുക. നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അങ്ങനെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെ നിങ്ങൾ പ്രകീർത്തിച്ചിരുന്നത് പോലെയോ അതിനേക്കാൾ ശക്തമായ നിലയിലോ അള്ളാഹുവെ നിങ്ങൾ പ്രകീർത്തിക്കുക. മനുഷ്യരിൽ ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവെ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന്. എന്നാൽ പരലോകത്ത് അത്തരക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. മറ്റു ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നല്ലത് നീ തരയണമേ, പരലോകത്ത് നീ നല്ലത് തരയണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട്. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാ നമ്മള് ഈ ദിവസത്തെ ഈ ഒരു അര ജ്യൂസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ 202 ആയത്ത് വരെയായിരുന്നു നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ കാര്യം നമുക്ക് ഉള്ളത്, നമ്മള് വസിയത്ത് ചെയ്യുന്നത് അത് എപ്പോഴും ന്യായമായ രീതിയിലായിരിക്കണം വസിയത്ത് ചെയ്യുന്നത്. മറ്റൊരാൾക്ക് സ്വത്ത് കൊടുക്കരുത് എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും നമ്മൾ വസിയത്ത് ചെയ്യാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ച പ്രകാരം തന്നെ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മള് ഹജ്ജിന് പോകുമ്പം നമുക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളും തഖ്വയെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ അവിടെ നടത്തേണ്ട പാലിക്കേണ്ട നിയമ നടപടികൾ അള്ളാഹു കൽപ്പിച്ച പ്രകാരം ചെയ്യാന് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഉന്നതമായ രീതിയിൽ, ഏറ്റവും ഉത്തമമായ രീതിയിൽ അവന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജും ഉംറയും നമസ്കാരവും നോമ്പും സക്കാത്തും എല്ലാ കർമ്മങ്ങളും 5 സ്തംഭങ്ങളാണ് നമുക്ക് നമ്മുടെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ആ 5 സ്തംഭങ്ങളും ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഉന്നതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك ذرية طيبة إنك سميع دعاء. يا غني الله أغنني بفضلك من سواك. ربي انزل لي منزل مبارك أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي انزل لي منزل مبارك أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. سبحان الله الحمد لله لا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعافني وعافني آمين يا رب العالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. إنا لله وإنا إليه راجعون. اللهم اجرني في مصيبتي واخلف لي خيرا منها آمين يا رب العالمين. യാ റഹ്മാൻ റഹീമിനായ യാദൽ ജലാൽ ഇക്റാമായ ഹിൽ ഖയ്യൂമായ അഹദു സമദുമായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഞങ്ങൾ ബരമേൽപ്പിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ റഹീമിനായ അല്ലാഹുവേ, യാദൽ ജലാൽ ഇക്റാമായ അല്ലാഹുവേ, ഗനിയായ ഫത്താഹായ വഹാബായ റസാഖായ അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളും ഏറ്റവും ഉത്തമമായ രീതിയിൽ, ഉന്നതമായ രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി നിന്റെ ഈ ഇബാദത്തിലായിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ അല്ലാഹുവേ നീ തൗഫീക്ക് നൽകുകയും ഞങ്ങളുടെ അല്ലാഹുവേ ആയുസ് എന്തെന്നിൽ ചെലവഴിച്ചെന്ന് അല്ലാഹുവേ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം അല്ലാഹുവേ നിന്നിലാണ് ഞങ്ങൾ ചെലവഴിച്ചതെന്ന് പറയുന്ന ഉത്തമരായ അടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവലേകണമേ.
എന്തെങ്കിലും അള്ളാഹുവെ ഞങ്ങൾ അറിയാത്ത പ്രയാസങ്ങൾ ഞങ്ങൾക്കിടയിൽ വരുന്നുണ്ടെങ്കിൽ അള്ളാഹുവെ അതിനെ നീ തട്ടി നീക്കി തരണമേ. ഞങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തും പരലോകത്തും നിന്റെ ഉത്തമരായ അടിമകളാകാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ അള്ളാഹുവെ ഞങ്ങൾക്ക് കൺകുളിർമയും സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവെ സമ്പത്തും സമൃദ്ധിയും അള്ളാഹുവെ നീ ഉയർത്തിത്തരികയും അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അള്ളാഹുവെ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിനെ അള്ളാഹുവെ അതിൽ ജലാൽ ഇക്രാമായ അള്ളാഹു എല്ലാ അസുഖങ്ങളിൽ നിന്നും ആപത്തുകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളെ മിത്രാദികളെയും അള്ളാഹുവെ ഞങ്ങൾക്ക് വരാൻ പോകുന്ന തലമുറകളിൽ അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണമേ. നിന്റെ മുന്നിലല്ലാതെ കൈ നീട്ടാത്ത വിധം അള്ളാഹുവെ ഞങ്ങളെ നീ റഹ്മത്തിലും ബറക്കത്തിലും ഐശ്വര്യത്തിലുമാക്കി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ഞങ്ങളുടെ ജീവിത വിഭവങ്ങൾ അള്ളാഹുവെ ഞങ്ങളുടെ കൈകളിൽ തന്നെ തന്നി അള്ളാഹുവെ ഞങ്ങൾക്ക് അത് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മറാഹിമിനെ അള്ളാഹുവെ ഞങ്ങളുടെ സമ്പത്തുകളിൽ അള്ളാഹുവെ ഞങ്ങളുടെ ബിസിനസ്സുകളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളുടെ ജോലികളിൽ അള്ളാഹുവെ നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകുകയും അത് നൽകിയ ആ അനുഗ്രഹത്തെ അള്ളാഹു നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള വരും തലമുറകൾക്ക് അത് ഏറ്റവും ഉന്നതമായ രീതിയിൽ അവർക്ക് വേണ്ടിയും അള്ളാഹുവെ അത് എടുത്തു വെക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അള്ളാഹു ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് മടങ്ങിയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹു നിന്റെ ഇബാദത്തുകൾ നിന്നോടുള്ള ഇബാദത്തുകൾ ഏറ്റവും ഉന്നതമായി ചെയ്യാനും നിന്റെ ഭവനങ്ങളിൽ വന്ന് അള്ളാഹുവെ സുജൂദ് ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. നാളെ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവരുടെ ഉമ്മത്തികളോടൊപ്പം അള്ളാഹു ഞങ്ങളെ നീ ഒരുമിച്ച് ചേർത്ത് അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതികൾ നൽകി ഞങ്ങളെ കുടുംബങ്ങളോടൊപ്പം അള്ളാഹുവെ ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മറാഹിമീൻ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അള്ളാഹു ഇബ്ലീസിന്റെ എല്ലാ ഷറുകളെ തൊട്ടും അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ വിഭവങ്ങളെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മറാഹിമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا ذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. آمين 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 برحمتك يا أرحم الراحمين. حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. وعليكم السلام ورحمة الله.